ഹലോ! ഇന്ന് നമ്മൾ പോകുന്നത് ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്ന പോലെ റോബിയുടെ ഒരു സ്വർഗ്ഗരാജ്യത്തിലേക്കാണ്. നമ്മുടെ നഴ്സറി വർസ നഴ്സറി ദുബായിലാണ് കേട്ടോ. നമ്മൾ ഒരുവിധമൊക്കെ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ മേടിക്കുന്നത് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഈ വർസ നഴ്സറിയിൽ നിന്നാണ് മേടിക്കാറ്. പിന്നെ കുറച്ച് അജ്മാനൊക്കെ മേടിക്കാറുണ്ട്. അടിപൊളി നഴ്സറിയാണ്. നമ്മൾ ഇടയ്ക്ക് വരാറുണ്ട്. റോബിക്ക് ഇപ്പോൾ ചെടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. ഒരു 1 ഇയർ ആയിട്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റി നാട്ടിലൊന്നല്ല നഴ്സറി, ഇവിടുത്തെ നഴ്സറിയാണ് കാണേണ്ടത്. പല വെറൈറ്റി മരങ്ങളാണെങ്കിലും പൂക്കളുടെ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഒന്നും പറയണ്ട, അത്ര പെരുത്തുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ വില്ലകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾക്കോ മെയിനായിട്ട് വില്ലകൾക്കൊക്കെയാണ്. നല്ല അടിപൊളി മരങ്ങളൊക്കെയാണ്. ഇതുപോലത്തെ മരങ്ങളൊന്നും അങ്ങനെ നാട്ടിലങ്ങനെ കണ്ടിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പനകളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്രാവശ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മേടിക്കുക എന്നുള്ളതാണ്. ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇപ്പോൾ മെഡിക്കൽ നിർത്തിയിരിക്കുക, കാരണം ഇപ്പോൾ ഭയങ്കര സമ്മറാണ്, ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മേടിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കടയിൽ നിന്ന് നമ്മൾ മുന്നേ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ചെടി നിങ്ങൾക്കറിയോ, നാട്ടിലെ മിക്ക ആൾക്കാരുടെയും വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം ഇല്ല. പണ്ട് നാട്ടിൽ ഞങ്ങൾ കുഞ്ഞു പിള്ളേരെ കളിക്കുമ്പോൾ ഇഞ്ചക്ഷന് പകരം ഈ ചെടി വെച്ചിട്ടാണ് കുത്താറ്. അങ്ങനെ. അപ്പോൾ ഈ കടയിൽ നമ്മൾ മുമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കടയിൽ കുറേ ചെടികളൊക്കെ മാറ്റി പുതിയതായി ഈ ഒരു ചെടി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ ക്രിസ്മസ് ചെടി ഇങ്ങനെയല്ല, പക്ഷേ ഇതൊരു വേറെ വെറൈറ്റി. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ. ഇത് പല വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ അയലേരെ തെറ്റത്ത് ഒരു ഗ്രീൻ ലൈൻ വരുന്നതുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള പിങ്ക് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. പിന്നെ കുറേ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ്, പല വെറൈറ്റി. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വൈറ്റും നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു പൂവ് കണ്ടോ, റോസാപ്പൂവിൻ്റെ പോലെ, പക്ഷേ ഇതിൻ്റെ മണം ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. അതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു ഇൻഡോർ പ്ലാന്റ് കാണുന്നത്. പിന്നെ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ഇടുന്ന ഇൻഡോർ പ്ലാന്റ്സും പല വെറൈറ്റി ഓഫ് പോത്തോസ്, നമ്മുടെ മണി പ്ലാന്റിൻ്റെ പല വെറൈറ്റീസും അങ്ങനെ കുറി ഇത് വേറൊരു കടയിലാണ് കേട്ടോ. വാട്ടർ ലില്ലിയൊക്കെ പല വെറൈറ്റി വാട്ടർ ലില്ലി ഉണ്ടായിരുന്നേ, നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ കുറച്ച് ഷോ ഓഫിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ബാക്കിയുള്ള വിവരങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.